കേന്ദ്ര സർക്കാരിന്റെ വിവിധ വികസനക്ഷേമ പദ്ധതികൾ കേരളത്തിൽ കൂടുതൽ വേഗത്തിലും കൃത്യമായും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ബി.ജെ.പി. സംസ്ഥാന ഘടകം ഡൽഹിയിൽ പുതിയ ലൈസൺ കാര്യാലയം തുറന്നു. ഡൽഹി സൌത്ത് അവന്യൂവിലെ 139 ക്വാർട്ടേഴ്സാണ് ബി.ജെ.പിയുടെ കാര്യാലയമായി പ്രവർത്തിക്കുന്നത്. ബി.ജെ.പി. ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ പി.കെ. കൃഷ്ണദാസിനാണ് ഈ ഓഫീസിന്റെ പ്രധാന ചുമതല നൽകിയിട്ടുള്ളത്. കേന്ദ്ര മന്ത്രാലയങ്ങളുമായും പദ്ധതികളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ഏകോപനം ഉറപ്പാക്കുക, കേന്ദ്ര സഹായങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുക എന്നതാണ് ലൈസൺ ഓഫീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര പദ്ധതികളും പാർട്ടിയുടെ നയങ്ങളിലും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ബി.ജെ.പി. കേരള ഘടകം വികസിത കേരളം എന്ന പേരിൽ പ്രത്യേക മുന്നേറ്റങ്ങളും പ്രചാരണങ്ങളും നടത്തിവരുന്നുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് വികസിത കേരളം പദ്ധതിയുടെ ബ്ലൂ പ്രിന്റ് സമർപ്പിച്ചതിന് പിന്നാലെയാണ് സൗത്ത് അവന്യൂവിൽ ഓഫീസ് തുറന്നത്. 4 വർഷത്തിനകം പൂർത്തിയാക്കേണ്ട പദ്ധതികളുടെ മുൻഗണനാക്രമം നിശ്ചയിച്ചാണ് ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡാണ് ബ്ലൂ പ്രിന്റിലെ ആദ്യ ഇനം. നമാമി ഗംഗാ പദ്ധതിയുടെ മാതൃകയിൽ പമ്പ, പാർവതി, പുത്തനാർ എന്നീ നദികളുടെ സംരക്ഷണ പുനരുജ്ജീവന പദ്ധതി, നിലവിലെ തീവണ്ടിപ്പാതകൾ 3ഉം 4ഉം വരിയാക്കൽ, സിഗ്നൽ പരിഷ്കാരം, വന്ദേഭാരത് സ്ലീപ്പർ തീവണ്ടി തുടങ്ങിയവയെല്ലാം ബ്ലൂ പ്രിന്റിലുണ്ട്. കേരളത്തിൽ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നതിനും ദേശീയപാത റെയിൽവേ വികസനത്തിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിനും ഇടനിലയായി ബി.ജെ.പിയുടെ ലൈസൺ ഓഫീസ് പ്രവർത്തിക്കും. കേന്ദ്ര പദ്ധതികളുടെ ഗുണം ബി.ജെ.പിക്ക് തന്നെ ലഭിക്കുകയെന്ന ഉദ്ദേശത്തിലാണ് പരിപാടി നടപ്പാക്കുന്നത്. ഏകോപനത്തിനും മേൽനോട്ടത്തിനുമായി ഡൽഹിയിലും കേരളത്തിലും ഉപസമിതികൾ രൂപവൽക്കരിക്കും. മുഴുവൻ കേന്ദ്ര മന്ത്രാലയങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും നടപ്പാക്കുന്നതുവരെ തുടർ പ്രവർത്തനങ്ങൾ നടത്താനുമാണ് പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര പദ്ധതികളുടെ പ്രഖ്യാപനവും സർക്കാർ തീരുമാനങ്ങളും കേരളത്തിലെ നേതാക്കൾ പത്രസമ്മേളനത്തിലൂടെ അറിയിക്കണമെന്ന തീരുമാനവും ബി.ജെ.പി. എടുത്തിട്ടുണ്ട്. ബി.ജെ.പിയുടെ ജില്ലാ സംസ്ഥാന ഓഫീസുകളിൽ ലഭിക്കുന്ന നിവേദനങ്ങൾ കേന്ദ്ര മന്ത്രാലയങ്ങൾക്ക് കൈമാറുന്നതിനും ലൈസൺ ഓഫീസ് സംവിധാനം ഉപയോഗിക്കും. കേരളത്തിൽ നിന്നുള്ള പൊതുജനങ്ങളുടെ പരാതികളും വിവിധ പദ്ധതികൾക്കായുള്ള സംസ്ഥാനത്തെ വിവിധ വിഭാഗങ്ങളുടെ നിവേദനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലെത്തിക്കും. വിവിധ കേന്ദ്രാവിഷ്കൃത ക്ഷേമ പദ്ധതികളുടെ സാമ്പത്തിക സഹായങ്ങൾ തടസ്സമില്ലാതെ സാധാരണക്കാരിലേക്ക് എത്തുന്നതിന് മന്ത്രാലയ തലത്തിൽ ഫോളോ അപ്പ് നടത്തുക. സംസ്ഥാനത്തെ പൊതുവികസനവും കേന്ദ്ര പദ്ധതികളുടെ പ്രയോജനപ്പെടുത്തലും മുന്നിൽ കണ്ടാണ് വികസിത കേരളം എന്ന പ്രമേയത്തിന് കീഴിൽ ബി.ജെ.പി. പുതിയ ഓഫീസിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. അതിനിടെ രാഷ്ട്രീയമായി നേരിട്ട നിരവധി തിരിച്ചടികൾക്ക് പിന്നാലെ ബി.ജെ.പിയിൽ ചൊവ്വാഴ്ച വൻ സംഘടനാ അഴിച്ചുപണി നടക്കും. പാർട്ടിയിലെ വൻ പുനഃസംഘടനയ്ക്ക് തൊട്ടു പിന്നാലെ കേന്ദ്ര മന്ത്രിസഭയും പുനഃസംഘടിപ്പിക്കാനാണ് ബി.ജെ.പി. ഉന്നത നേതൃത്വത്തിന്റെ നീക്കം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാർട്ടിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷനായ നിതിൻ നബീൻ ചുമതലയേറ്റ പശ്ചാത്തലത്തിൽ പുതിയ ഭാരവാഹി പട്ടികയിൽ യുവതലമുറയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനാണ് സാധ്യത. ദേശീയ പ്രവർത്തക സമിതിയിലേക്ക് കേരളത്തിൽ നിന്ന് 3 പ്രധാന നേതാക്കളുടെ പേരുകളാണ് മുൻഗണനാ പട്ടികയിലുള്ളത്. ദേശീയ നേതൃത്വത്തിലേക്ക് പുതുമുഖമായി പ്രതീക്ഷിക്കപ്പെടുന്ന അനൂപ് ആന്റണിക്ക് യുവമോർച്ച പ്രഭാരി സ്ഥാനം ഒഴിഞ്ഞ ശേഷം മറ്റു കാര്യമായ ചുമതലകൾ നൽകിയിരുന്നില്ല. പുതിയ പട്ടികയിലൂടെ അദ്ദേഹത്തിന് അർഹമായ പരിഗണന ലഭിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ ദേശീയ സെക്രട്ടറിയായ അനിൽ ആന്റണിക്ക് പുതിയ ദേശീയ നേതൃനിരയിലും സ്ഥാനം തുടർന്നു കിട്ടാനുള്ള സാധ്യത ഏറെയാണ്. അവസാനഘട്ട സാധ്യതാ പട്ടികയിലുള്ള മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് പ്രായപരിധിയിൽ കടുംപിടുത്തമില്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായ ചുമതല ലഭിച്ചേക്കും. ഭരണം നഷ്ടപ്പെട്ട കർണാടകയിൽ അധികാരം തിരിച്ചുപിടിക്കാൻ അവിടെ ഒരു മുതിർന്ന നേതാവിന് തന്നെ ചുമതല നൽകാനാണ് ബി.ജെ.പി. പദ്ധതിയിടുന്നത്. അടുത്ത വർഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശിൽ വിദ്യാർത്ഥി സമരങ്ങളും രാമക്ഷേത്ര കൊള്ളയും പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടമുണ്ടാക്കിയിട്ടുണ്ട്. നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചുപിടിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാകും പുതിയ ദേശീയ ഭാരവാഹി പട്ടിക. ദേശീയ ഭാരവാഹി നിർണയം പൂർത്തിയായാൽ ഒട്ടും വൈകാതെ തന്നെ കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയും നടക്കും. നിർമ്മല സീതാരാമൻ, ഹർദീപ് സിംഗ് പുരി എന്നിവർ മന്ത്രിസഭയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ തരുൺ ചുഗ്, രാഘവ് ചന്ദ എന്നിവർക്ക് മന്ത്രിസ്ഥാനത്തേക്ക് നറുക്കു വീണേക്കാം. മഹാരാഷ്ട്രയിൽ നിന്ന് ദേവേന്ദ്ര ഫട്നാവിസിനെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാൻ ശിവസേനയ്ക്കും താൽപര്യമുണ്ട്. മിന്നും വിജയം നേടിയ പശ്ചിമ ബംഗാളിന് മന്ത്രിസഭയിൽ പ്രാധാന്യം നൽകുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഗ്ദാനത്തിനൊപ്പം തൃണമൂൽ കോൺഗ്രസിൽ നിന്നുള്ള എംപിമാരുടെ കൂറുമാറ്റവും ശ്രദ്ധേയമാണ്. നിലവിൽ കേന്ദ്രമന്ത്രിയായിരുന്ന ജോർജ് കുര്യൻ സ്ഥാനമൊഴിഞ്ഞ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് അടുത്തതായി ആർക്കായിരിക്കും മന്ത്രിസഭയിലേക്ക് നറുക്കു വീഴുക എന്നതും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.